ഹലോ, നമ്മളിപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അപ്പോൾ നമ്മളിത് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന പക്ക KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുക. കുറച്ച് ലെങ്തിയാണ്, സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഈ റെസിപ്പി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഫ്രൈഡ് ചിക്കന് വേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ മീറ്റ് ആണ് കേട്ടോ. നമ്മുടെ ചിക്കൻ നമ്മൾ ഓൾറെഡി 2-3 തവണ കഴുകി അതിൽ സ്ലൈസസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്കിന്നോട് കൂടിയുള്ള മീറ്റാണ് എടുത്തിരിക്കുന്നത്. സ്കിൻ ഇല്ലാതെ നമ്മുടെ സാധാ ചിക്കൻ മീറ്റ് വെച്ചും നിങ്ങൾക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ചിക്കൻ മീറ്റെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അതിലെ ആ ബ്ലഡ് സ്റ്റെയിൻസും അതുപോലെ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നമുക്കിനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രസിപ്പിറ്റേഷൻ ആണ് കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താലോ. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ, ആ ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ മാറി, അതുപോലെ തന്നെ ചിക്കൻ്റെ മീറ്റ് കട്ടി കുറഞ്ഞ് നല്ല സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കന് കുറച്ച് കട്ടിയുള്ളതാണെങ്കിലും ഇതുപോലൊരു പ്രോസസ്സ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം സോഫ്റ്റ് ആവും. പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ എടുക്കുമ്പോൾ 2 കിലോയിൽ താഴെയുള്ള കോഴിയെ തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മീറ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ മീറ്റൊക്കെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1-2 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് നമ്മൾ കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ മാരിനേഷനാണ്. അതിനിത് ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ചിക്കനിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാധാ മുളക് പൊടിയും ചേർക്കാം. 1 ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. 1/2 ടീസ്പൂൺ അളവിന് പെരുംജീരകവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം കടുക് പൊടിച്ചതാണ് കേട്ടോ. അതും നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി, നാരങ്ങാനീരോ വിനാഗിരിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചിക്കനെ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലോ. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചില്ലി സോസും സോയാ സോസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതിനകത്ത്. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സോസ് കുറച്ച് വീതം ക്വാണ്ടിറ്റി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ റെഡ് ചില്ലി സോസാണ് യൂസ് ചെയ്യുന്നത്. അതും 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ് നമ്മളിതാ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ കറിയിലും ഫ്രൈയിലും ഒക്കെ ഇടുന്നതിനേക്കാൾ ഒരു പൊടിക്കൂട് ഉപ്പ് ഇതിൽ കയറി നിൽക്കണം. കാരണം ഉപ്പ് ഒരു ലേശം കൂടുതൽ ഇട്ടാൽ മാത്രമേ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് ഫൈനലി നമ്മുടെ ഫ്രൈഡ് ചിക്കൻ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ലെവലിലേക്ക് ഉപ്പിൻ്റെ അളവ് എത്തുക. നമ്മളപ്പോൾ അതിനിടയിൽ കൂടി തന്നെ മാരിനേഷൻ്റെ പരിപാടി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചിക്കനൊക്കെ നന്നായിട്ട് ഇതേപോലെ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് ആ സ്ലൈസസിനകത്തൊക്കെ മസാലയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കണം കേട്ടോ. ഓരോ പീസിലും ആ ഒരു ലെവലിൽ ഒരു 10-15 മിനിറ്റ് ടൈം എടുത്ത് സോഫ്റ്റായിട്ട് വേണം നമ്മൾ ചിക്കനിൽ നമ്മുടെ ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാൻ. ഈ ചിക്കൻ മാരിനേഷനും അത് കഴിഞ്ഞുള്ള ചിക്കൻ്റെ റെസ്റ്റിംഗ് പീരീഡും ഒക്കെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ മേക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു 15 മിനിറ്റോളം മാരിനേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കനൊക്കെ നമ്മുടെ ആ പാത്രത്തിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ടൈം നോക്കിയപ്പോൾ 3:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 6 മണിക്കൂറോളം ഞാൻ നമ്മുടെ മാരിനേറ്റഡ് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. പാത്രം അടച്ച് ആദ്യത്തെ 2 മണിക്കൂർ നമ്മൾ ഫ്രീസറിലാണ് വെക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 4 മണിക്കൂർ നമ്മൾ നോർമൽ നമ്മുടെ ഫ്രിഡ്ജ് കമ്പാർട്ട്മെന്റിലുമാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഒരു 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ ചിക്കനാണ് ഫൈനലി നമ്മളിതാ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. എത്ര നേരം കൂടുതൽ ഫ്രിഡ്ജിൽ നിങ്ങൾ ഈ മാരിനേഷൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റും കൂടും. തലേന്ന് രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ച് പിറ്റേന്ന് എടുത്ത് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഗതി വേറെ ലെവലായിരിക്കും. അത് നമ്മുടെ മാരിനേറ്റഡ് ചിക്കൻ ഒരു 20 മിനിറ്റ് കൂടി നമ്മൾ പുറത്ത് വെറുതെ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ സൈഡ് ഡിഷ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ റെസിപ്പി വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഒരു 2 തവണയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
ഫ്രൈങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ അത്യാവശ്യം കുറച്ച് സ്പൈസസിന് വേണ്ടിയുള്ള കുറച്ച് പൗഡേഴ്സൊക്കെ ചേർക്കുന്നുണ്ട്. ഒരു ലേശം ഒരു പിഞ്ച് ഓഫ് സോൾട്ടും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് പെപ്പർ പൗഡറും ഒക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് മസാലയൊക്കെ ഇതിലൊന്ന് സെറ്റാക്കി. ഈ ഫ്രഞ്ച് ഫ്രൈസും മയണൈസും ഒക്കെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ ഫേവറേറ്റ് സൈഡ് ഡിഷസ് ആണ്. നമ്മുടെ നിങ്ങളും ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസും മയോണൈസും ഒക്കെ ഉണ്ടാക്കി ഒരു കോംബോ ആയിട്ട് വേണം ഇതൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഈ മയോണൈസിൻ്റെയോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ റെസിപ്പി വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ നമ്മളിതാ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പിള്ളേർ ടീംസ് ഒക്കെ ഇതാ കഴിച്ചു തുടങ്ങി കേട്ടോ. എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ഫ്രൈഡ് ചിക്കൻ. നമുക്ക് ഫ്രൈഡ് ചിക്കനിലേക്ക് പോയാലോ. നമ്മുടെ മാരിനേറ്റഡ് ഫ്രൈഡ് ചിക്കൻ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ എന്താ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയുള്ള പൗഡറും അതേപോലെ ഒരു വലിയ ബൗളിൽ ഐസ് വാട്ടറും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കോട്ടിംഗ് പൗഡർ എന്ന് പറയുമ്പോൾ 1 കിലോ മൈദയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ കോട്ടിംഗ് പൗഡർ. അങ്ങനത്തെ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചിക്കൻ മുങ്ങിക്കിടക്കത്തക്ക അത്ര ന്യൂട്രൽ ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മുടെ ഓയിൽ നമ്മൾ റെഡിയാക്കുവാണ്. ആ ടൈമിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ പീസും ഇതുപോലെ നമ്മുടെ കോട്ടിംഗ് പൗഡറിലോട്ട് തിരിച്ചും മറിച്ച് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിടണം കേട്ടോ. ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ കോട്ടിംഗ് പൗഡർ നന്നായിട്ട് എത്തത്തക്ക രീതിയിൽ ഓരോ പീസ് വീതെടുത്ത് ഇതുപോലെ നമുക്ക് പൗഡറിൽ മിക്സ് ചെയ്തിട്ട് ആ പാത്രത്തിൻ്റെ സൈഡിലേക്ക് തന്നെ മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഒരേ സമയം നമ്മളൊരു 4-5 പീസ് മാത്രമേ ഇതിൽ ഫ്രൈ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന ചിക്കൻ പീസസ് ഒക്കെ കിടക്കാനായിട്ട് ആവശ്യം പോലെ സ്ഥലം നമ്മുടെ എണ്ണയ്ക്കകത്ത് വേണം കേട്ടോ. ഒരുപാട് ചേർന്ന് കിടക്കുകയോ ഒന്നും പാടില്ല. നല്ല ഫ്രീ ആയിട്ട് കിടക്കത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് നമ്മുടെ എണ്ണയ്ക്കകത്ത് വേണം. അതുകൊണ്ട് കുറച്ച് പീസ് മാത്രം എടുത്ത് ഇതുപോലെ ആദ്യം ഒന്ന് നമ്മുടെ പൗഡറിൽ കോട്ട് ചെയ്യുക. പൗഡറിൽ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ അതിൻ്റെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്യണം. അത് മാത്രമല്ല ഇതുപോലെ ഒന്ന് പ്രസ്സും ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ചിക്കനിൽ ക്രസ്റ്റുകൾ ഫോം ചെയ്തുള്ളൂ. ക്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ പുറത്തെ മുരുമുരിപ്പില്ലേ, കറക്റ്റ് നല്ലൊരു സ്ട്രക്ചറിലിരിക്കുന്ന അതാണ് ക്രസ്റ്റുകൾ. ആ ക്രസ്റ്റുകൾ നമ്മുടെ ചിക്കനിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ പൊടിയിൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ക്രസ്റ്റുകൾ ഫോം ആവുള്ളൂ. എത്രത്തോളം നന്നായിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നു അത്രത്തോളം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രസ്റ്റുകൾ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കനകത്ത് കിട്ടും. നമ്മുടെ കോട്ടിംഗ് പൗഡറിൽ ഇട്ടതാ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിക്കൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഇതുപോലെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഓരോ പീസിൻ്റെ പുറത്തുനിന്ന് ക്രസ്റ്റുകളൊക്കെ ഫോം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ഒരു KFC ലെവലിലേക്ക് നമ്മുടെ ചിക്കൻ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഓരോ പീസ് എടുത്ത് അധികം അതിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പൗഡർ പാത്രത്തിൻ്റെ സൈഡിൽ തട്ടി കളയാൻ കേട്ടോ. എന്നിട്ട് ഈ ഒരു ചിക്കൻ പീസ് നമുക്ക് ഇനി നേരെ പോകുന്നത് നമ്മുടെ ഐസ് വാട്ടറിലേക്കാണ് കേട്ടോ. ഒന്നുകിൽ ഐസ് ക്യൂബ് ഇട്ട വെള്ളം നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചായാലും എടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം ഓരോ പീസും ഇതേപോലെ നമുക്ക് ആ വെള്ളത്തിൽ ഇട്ട് വെക്കണം. കോട്ട് ചെയ്തിട്ട് പാത്രത്തിൻ്റെ സൈഡിൽ നന്നായിട്ടൊന്ന് തട്ടി എക്സസ് ആയിട്ടുള്ള നമ്മുടെ കോട്ടിംഗ് പൗഡർ അതിൽ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. കാരണം കൂടുതലായിട്ടുള്ള മൈദ നമ്മുടെ ചിക്കനിൽ പറ്റി പിടിച്ചിരുന്നാലും ഫ്രൈ ചെയ്തിരിക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് സ്ട്രക്ചർ നമുക്ക് കിട്ടത്തില്ല. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് നമുക്ക് മിസ്സായിപ്പോൾ. അതുകൊണ്ട് എക്സസ് കോട്ടിംഗ് പൗഡറും ഇതുപോലെ നമ്മുടെ പ്രസ്സിങ്ങും കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ കോട്ടിംഗ് പൗഡർ ഇതുപോലെ തട്ടി കളഞ്ഞിട്ട് വേണം നമ്മുടെ ഐസുള്ള വെള്ളത്തിലേക്ക് ഇടാനായിട്ട് കേട്ടോ. 30 സെക്കൻഡ്സ് മാത്രം മതി നമുക്ക് ഓരോ പീസും ഈ ഐസ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം തോന്നാം, നമ്മുടെ ഈ കോട്ടിംഗ് ഒക്കെ ഐസ് വെള്ളത്തിലിടുമ്പോൾ ചിക്കനിൽ നിന്നും ഇളകിപ്പോകില്ലേന്ന്. ഒരിക്കലും പോകില്ല. ഐസ് വെള്ളമാണ്. മാത്രമല്ല 30 സെക്കൻഡ്സ് മാത്രമേ നമ്മൾ ഇതിൽ ഇടുന്നുള്ളൂ. 30 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ചിക്കന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കും. ചിക്കൻ്റെ ഓരോ ലെയറിൽ ആ ഒരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമേ എടുത്തിട്ടുള്ള എല്ലാ പീസുകളും ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് ഡിപ്പ് ചെയ്തിട്ട് ഐസ് വാട്ടറിൽ 30 സെക്കൻഡ് നേരത്തേക്ക് വെക്കുക. 30 സെക്കൻഡ് കഴിഞ്ഞ് ഓരോ പീസും നമുക്ക് ഇതുപോലെ എടുത്ത് വീണ്ടും നമ്മുടെ കോട്ടിംഗ് പൗഡറിലോട്ട് ഇടുക. അടുത്ത ലെയർ നമ്മളിതിൽ കോട്ട് ചെയ്യുകയാണ് കേട്ടോ. ഓരോ പീസും ഇതുപോലെ നമുക്കെടുത്ത് ഈ നമ്മുടെ കോട്ടിംഗ് പൗഡറിലേക്ക് ഇടാം. 30 സെക്കൻഡ് മാത്രം മതി നമ്മുടെ ഐസ് വെള്ളത്തിൽ ഇടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ടൈം. ഇനിയിപ്പോൾ നമ്മൾ ഓരോ പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നമ്മുടെ കോട്ടിംഗ് പൗഡറിലോട്ടിട്ട് വീണ്ടും നമ്മൾ അടുത്ത ലെയർ കോട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യം പോലെ മൈദ ഓൾറെഡി കുറച്ച് എക്സസ് ആയാലും കുഴപ്പമില്ല, മൈദയും ഉപ്പും ചേർന്ന മിക്സ് നമ്മുടെ പാത്രത്തിൽ ഉണ്ടാവണം. കാരണം 2 കോട്ടിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ ഒരു കോട്ടിംഗ് പൗഡറിൻ്റെ കോട്ടിങ് തീരെ കുറഞ്ഞു പോകാനും പാടില്ല, എന്നാൽ കൂടി പോകാനും പാടില്ല. ആ ഒരു മീഡിയം ലെവലിൽ നിന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് സ്ട്രക്ചറിൽ ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മളിത് രണ്ടാമത്തെ കോട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ കോട്ടിംഗ് പൗഡറിൽ മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ക്രസ്റ്റുകൾ ഫോം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ആദ്യം കോട്ട് ചെയ്തപ്പോൾ ക്രസ്റ്റുകൾ ഫോം ചെയ്യാൻ വിട്ടുപോയെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഐസ് വാട്ടറിൽ 30 സെക്കൻഡ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ രണ്ടാമത്തെ കോട്ടിംഗ് ചെയ്യുമ്പോൾ ക്രസ്റ്റുകൾ ഫോം ചെയ്താൽ മതി. ഫ്രൈഡ് ചിക്കൻ ആ ഒരു പെർഫെക്റ്റ് സ്ട്രക്ചർ കിട്ടാൻ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോട്ടിംഗ്.
അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ക്രസ്റ്റുകളൊക്കെ നമ്മൾ ഇതേ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയുടെ ഒരു ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 150 മുതൽ 160 ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മളിതാ ചിക്കൻ ഓരോ പീസായിട്ട് ഇതുപോലെ ആദ്യമേ തന്നെ ചിക്കൻ ഫുള്ളായിട്ട് ഇടാതെ ഒരു പാർട്ട് മാത്രം വെച്ച് ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് വേണം, ഒരു 2-3 സെക്കൻഡ് എടുത്തിട്ട് വേണം ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാൻ. എണ്ണയുടെ ബോയിലിംഗ് പോയിന്റ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. 150, 160 ആ ഒരു ഡിഗ്രി സെൽഷ്യസിൽ വേണം നമുക്ക് എണ്ണ തിളച്ച് വരാൻ. ഒന്നുകിൽ നിങ്ങൾക്ക് കുക്കിംഗ് തെർമോമീറ്റർ ഉപയോഗിച്ച് എണ്ണയുടെ ബോയിലിംഗ് പോയിന്റ് നോക്കാം. ഞാനിവിടെ നമ്മുടെ എണ്ണ ചൂടാകുമ്പോൾ നമ്മളുടെ ഒരു മനക്കണക്കുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് എണ്ണയുടെ ഒരു തിള മനസ്സിലാക്കിയിട്ടുള്ളത്. എണ്ണയുടെ ടെമ്പറേച്ചർ മസ്റ്റാണ്. 150, 160 ഡിഗ്രി ആ ഒരു ടെമ്പറേച്ചറിൽ എന്തായാലും എണ്ണ തിളച്ചിരിക്കണം. എണ്ണയ്ക്ക് ചൂട് കുറവാണെങ്കിൽ നിങ്ങൾ ചിക്കൻ അതിലേക്ക് ഇടുമ്പോൾ ചിക്കൻ്റെ പുറത്തെ ആ കോട്ടിങ് എല്ലാം ഇളകി പല വഴിക്ക് പോകും. അതുമാത്രമല്ല ചിക്കൻ അകത്തേക്ക് നന്നായിട്ട് എണ്ണ കയറും. പക്ഷേ ചിക്കൻ്റെ ബോയിലിംഗ് പോയിന്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ അകത്തേക്ക് ഒരു തുള്ളി പോലും എണ്ണ കയറാതെ കോട്ടിങ് ഒന്നുപോലെ ഇളകി പോകാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എണ്ണയ്ക്കകത്ത് ചിക്കന് കിടക്കാൻ ആവശ്യം പോലെ സ്ഥലം വേണം കേട്ടോ. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു 4-5 പീസ് മാത്രമേ നമ്മുടെ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ച് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നുള്ളൂ. ചിക്കൻ നമുക്ക് തിരിച്ചിടാനും മറിച്ചിടാനൊക്കെ ഉള്ള നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് കൂടി വേണം. കോട്ടിംഗ് പാത്രത്തിൽ നിന്ന് എടുക്കുന്ന ഓരോ ചിക്കനും സൈഡിൽ തട്ടി അതിൽ എക്സസ് ആയിട്ടുള്ള കോട്ടിംഗ് പൗഡർ കളഞ്ഞിട്ട് വേണം നമ്മുടെ ചിക്കനിലേക്ക് ഇടാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള ചിക്കൻ്റെ കോട്ടിംഗ് മാത്രമേ നമ്മുടെ ചിക്കൻ പീസിൽ ആകാവൂ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഫ്രൈങ് ടൈമിലേക്ക് പോകാം. ഫ്രൈഡ് ചിക്കൻ്റെ പെർഫെക്റ്റ് സ്ട്രക്ചർ കിട്ടാൻ ചിക്കൻ 12 മിനിറ്റ് മുതൽ 14 മിനിറ്റ് വരെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ്റെ സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ടൈമിംഗ് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. എണ്ണയുടെ തിളപ്പും ടൈമിങ്ങും ഇത് രണ്ടുമാണ് ചിക്കൻ ഫോമിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആസ്പെക്ട്സ്. എണ്ണ കറക്റ്റ് നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചറിൽ തിളച്ചാൽ മാത്രമേ കറക്റ്റ് രീതിയിൽ ചിക്കൻ ഫോമായി കിട്ടൂ. അതുപോലെ ടൈമിങ്ങും ഈ പറഞ്ഞ ടൈമിൽ കുറഞ്ഞാണെങ്കിൽ ചിക്കൻ പെർഫെക്റ്റ്ലി കുക്ക് ആവില്ല. എന്നാൽ ടൈം കൂടിപ്പോയി കഴിഞ്ഞാൽ ചിക്കൻ കൂടുതൽ ബ്ലാക്ക് അടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതാ ഇതുപോലൊന്ന് ചിക്കൻ ലിഫ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ഫ്രൈ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആവാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഫ്രൈ ആവില്ല. ഇടയ്ക്ക് ഇതുപോലെ ചിക്കൻ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ ഫ്രൈങ് ലെവലൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റിലേക്ക് കിടക്കണം കേട്ടോ. ചിക്കൻ്റെ പുറത്ത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ആ കോട്ടിങ് നല്ല തിക്കായി നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അത് കഴിയുമ്പോഴേക്കും നമുക്ക് ചിക്കൻ തിരിച്ച് ചിക്കൻ്റെ മറുസൈഡ് നമുക്ക് എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 6 മിനിറ്റ് 7 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ. കാരണം ചിക്കൻ ഇടുന്ന സമയത്ത് ചിക്കൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറയും ആദ്യം. അപ്പം ഫ്ലെയിം അതുപോലെ തന്നെ വെക്കുക. ഒരു സൈഡ് തിരിച്ചിട്ടിട്ട് നമ്മുടെ മറ്റേ സൈഡ് എണ്ണയിലേക്ക് വീഴുന്ന ടൈമിൽ തന്നെ ചിക്കൻ്റെ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക. ഒരു മീഡിയം ലെവലിലേക്ക് മതി, തീരെ കുറഞ്ഞു പോകരുത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എണ്ണയുടെ ആ ഒരു തിളയുടെ ഉണ്ടല്ലോ, ആ ഒരു ലെവലുണ്ടല്ലോ, അത് ഇതിൽ മാൻഡേറ്ററി ആണ്. അങ്ങനെ നമ്മുടെ 5 ചിക്കൻ പീസുകൾ നമ്മളിതാ തിരിച്ചിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, കോട്ടിങ്ങിൻ്റെ ഒരു പൊടി പോലും ഇളകി പോയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 6 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ കുക്കിംഗ് ടൈം ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായിട്ടുണ്ട്. ചിക്കൻ്റെ പുറത്തെ ആ ക്രസ്റ്റുകളൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും പുറത്തെ കോട്ടിങ് എണ്ണയിൽ പോകാൻ നല്ല പെർഫെക്റ്റ് സ്ട്രക്ചർ ആൻഡ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ചിക്കൻ നമുക്കിതാ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ KFC കഴിക്കുന്ന പോലെ തന്നെ ചിക്കൻ്റെ പുറത്തെ ആ കോട്ടിങ് ഒക്കെ അതുപോലെ തന്നെ നമുക്ക് കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു 14 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഓരോ ഫ്രൈ ആയ ചിക്കൻ പീസും ഇതുപോലെ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഒന്ന് പ്ലക്ക് ചെയ്തെടുത്തിട്ട് ചിക്കനിലെ പുറത്ത് മാത്രം ബാക്കിയുള്ള ഓയിൽ നമുക്ക് ഇതിലേക്ക് തിരിച്ച പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആ ഒരു ബോയിലിംഗ് പോയിന്റിൽ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ മീറ്റിനകത്തേക്ക് ഒരു തുള്ളി പോലും എണ്ണ, ഈ കോട്ടിങ്ങിനകത്തേക്കോ ചിക്കൻ്റെ പീസിനകത്തേക്കോ ഒരു തുള്ളി പോലും എണ്ണ അകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കൻ പീസസും നമ്മുടെ കംപ്ലീറ്റ് എണ്ണയും ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ബ്രാൻഡഡ് ഷോപ്പുകളിൽ നിന്ന് ഇരട്ടിയിലധികം ക്യാഷും GSTയും ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന അതേ സെയിം ഫ്രൈഡ് ചിക്കൻ പീസ് അതേ പെർഫെക്റ്റ് സ്ട്രക്ചർ ആൻഡ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി നമ്മൾ KFCന്നും അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡഡ് ഷോപ്പുകളിൽ നിന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ നമ്മുടെ ഫൂഡീസ് ആയിട്ടുള്ള 2 അനന്തരവന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
രണ്ടുപേരും നന്നായിട്ട് അത് എൻജോയ് ചെയ്തു. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ അറ്റ് ഹോം. നമ്മൾ വീട്ടിലുണ്ടാക്കിയ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചു നോക്കി, സംഗതി വേറെ ലെവലായിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു സ്ട്രക്ചറും ആ ഒരു ടേസ്റ്റും. അപ്പോൾ നിങ്ങളും ഇതേ റെസിപ്പിയിൽ വീട്ടിൽ തന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഫുഡ് വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ. സ്റ്റേ ട്യൂൺ ഫോർ മോർ കിഡിലൻ അപ്ഡേറ്റ്സ്. സീ യു സൂൺ. Until next time. Bye.